ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുക്ത എഴുതിയിരിക്കുന്നതിൻ്റെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് മുക്ത. എനിക്ക് 26 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷമായി. യഥാർത്ഥ പേരല്ല ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഭർത്താവിന് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിയുണ്ട്. എൻ്റെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് ആദ്യകാലത്ത് ഒട്ടും സാമ്പത്തികമില്ലാത്ത ഒന്നായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു മുഴുക്കുടിയനായിരുന്നു. വീട്ടിൽ വന്ന് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത പ്രശ്നങ്ങളായിരുന്നു. അടിയോ ഇടിയോ വഴക്കോ വക്കാണോ ഒന്നുമല്ല മാഡം. അദ്ദേഹത്തിന് എപ്പോഴും മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തയാണ്. കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അമ്മയെ കൈ പിടിച്ച് വലിക്കും. അമ്മ അപ്പം പറയും, കൊച്ചു പ്രായമായി അടങ്ങിയിരിക്കാൻ. പക്ഷേ പുള്ളിക്കാരൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ല. അടങ്ങാത്ത ഒരാവേശമുള്ള മനുഷ്യനാണ്. എൻ്റെ അമ്മ പലപ്പോഴും എൻ്റെ മുഖത്ത് നോക്കാൻ ലജ്ജിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും പുള്ളിക്കാരന് ആ സ്വഭാവത്തിൽ യാതൊരു വിധത്തിലുള്ള സ്റ്റോപ്പേജും ഉണ്ടായതായി എനിക്ക് ഓർമ്മയില്ല. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. ആദ്യമൊക്കെ എന്തിനാണ് പിടിച്ചു വലിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു മാഡം. പിന്നീട് ഞാൻ 8ൽ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ എത്തി നോക്കി. ആ സമയത്താണ് ഞാൻ ഈ ഭൂലോകം തിരിയുന്ന ഗുഡൻസ് കണ്ടത്. ആദ്യം എനിക്ക് ഷോക്കായിരുന്നു. എന്തെങ്കിലും പ്രശ്നമാണോ അകത്ത് നടക്കുന്നതെന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ചില ആന്തരതന്ത്രങ്ങളാണെന്ന്. അങ്ങനെ എനിക്കെന്തോ ആ കാഴ്ചയോട് ഒത്തിരി ഇഷ്ടമായി. പിന്നീട് ഞാൻ ഒത്തിരി തവണ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട്. അതൊരു നല്ല ശീലമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ നോക്കിപ്പോയതാണ് മാഡം. പിന്നീട് ഞാൻ +2 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്കെന്തോ വല്ലാത്ത ധൈര്യമായി. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധമൊക്കെ നോർമലാണ്. എനിക്കും ഇതൊക്കെ അനുഭവവേദ്യമാകണം. അതിന് സൗന്ദര്യമുള്ള എൻ്റെ മനസ്സിന് പിടിക്കുന്ന ആണുങ്ങൾ വേണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഇതിനിടയ്ക്ക് 1-2 പേരോട് ഞാൻ അങ്ങോട്ട് കയറി ലൈൻ അടിക്കാനുള്ള ഒരു മനോഭാവമൊക്കെ പ്രകടിപ്പിച്ചു. പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് എൻ്റെ ആർജവം കണ്ടു കഴിഞ്ഞപ്പോൾ പേടിയായി. ഞാൻ ഒരു തൻ്റെയാണെന്ന് പേടിച്ചാണോ എന്നറിയില്ല. അവർ വഴുതി മാറിപ്പോയി. പക്ഷേ എനിക്കിരിക്കപ്പുറത്തില്ലായിരുന്നു. കാരണം അകത്ത് നടന്നത് എനിക്ക് നടക്കണം എന്നുള്ള ചിന്തയായിരുന്നു. അതിന് പറ്റിയ ധൈര്യമുള്ള ഒരാൾ വേണം എന്നായിരുന്നു. അല്ലാതെ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്, ഇത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും എന്നൊന്നും എനിക്ക് അറിയുകയില്ലായിരുന്നു മാഡം. എങ്കിലും അതൊന്നും അന്നേരം നടന്നില്ല. ഞാൻ പിന്നെ ഡിഗ്രിക്ക് പോയപ്പോഴാണ് എൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് നടന്നത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ എൻ്റെ കൂടെ ഒരാൾ പഠിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പേര് എബിൻ. അവനെയാണ് ഞാൻ നോട്ടമിട്ടത്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു സർവാംഗ സുന്ദരനാണ്. പെണ്ണുങ്ങൾക്കെല്ലാം ഇഷ്ടവുമാണ്. അവനാണെങ്കിൽ പെണ്ണുങ്ങളോട് കൊഞ്ചാനും കുഴയാനുമൊക്കെ താല്പര്യമിത്തിരി കൂടുതലുള്ള ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് പ്രേമിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് അവനുമായി സൗഹൃദം സ്ഥാപിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ ഈ കാണിക്കുന്നതൊക്കെ ഒരു ഗിമിക്ക് മാത്രമാണ്. അത്ര വലിയ ധൈര്യമൊന്നും അവനില്ല. അങ്ങനെ ഞാൻ കയറി അവനെ പ്രേമിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു, നിന്നെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. കല്യാണം കഴിക്കുന്നൊക്കെ പിന്നീട് എപ്പോഴും അല്ലേ മാഡം. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ അവനെ പ്രേമിച്ചത്? അതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. പക്ഷേ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ചീത്ത സ്ത്രീകളായിട്ട് കാണുമല്ലോ. അതുകൊണ്ട് എനിക്ക് പല സിഗ്നലുകളും കൊടുക്കേണ്ടി വന്നു. അവസാനം അവൻ അടുത്തില്ല. എന്നാലും ഞാനൊരു ദിവസം പൊട്ടിത്തെറിച്ചോട് പറഞ്ഞു, പ്രേമവും കല്യാണവും ഒക്കെ പിന്നെ, ആദ്യം എൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് തൽസ്ഥാനത്തിലിട്ട് ഞാൻ ഒരു കൊട്ടു കൊടുത്തപ്പോഴാണ് അവനൊന്ന് ഉണർന്നെഴുന്നേറ്റത്. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു റബ്ബർ തോട്ടമുണ്ട്. അവിടേക്ക് അവനെ വിളിച്ചു വരുത്താൻ ഞാൻ ഒത്തിരി പാടുപെട്ടു. ആദ്യത്തെ ദിവസം പരാജയവും മോഹഭംഗവുമായിരുന്നു എനിക്ക് ഫലം. പക്ഷേ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോരാ, ഉണരൂ വേഗം നീ സുമറാണി എന്ന് പറഞ്ഞു. അവന് പക്ഷേ ഉണരാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, വന്നേ പറ്റൂ. തുടർച്ചയായി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയാൽ മാത്രമേ തൊള്ളുറപ്പ് പദ്ധതിയിൽ കൂലി കിട്ടൂ എന്ന് പറഞ്ഞ് ഞാൻ അവനെ മോഹിപ്പിച്ചു. എന്തായാലും ഏകദേശം 7 ദിവസമെടുത്തു ഒന്ന് വട്ടമൊക്കാൻ. അത് കഴിഞ്ഞ ശേഷം ചെക്കന് തന്ത്രമന്ത്രങ്ങൾ പിടികിട്ടി. പിന്നെ മാഡം അതിൽ ഞാൻ ആറാടുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഒന്നും പറയണ്ട, എനിക്ക് അബദ്ധവും പറ്റി. വീട്ടിൽ ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ ഇനി എന്നെ പറയാനൊന്നുമില്ല. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും അവനെ ഒറ്റിക്കൊടുത്തില്ല.
അങ്ങനെ അമ്മ കരഞ്ഞു വിളിച്ച് ആ കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഒഴിപ്പിച്ചെടുക്കുകയായിരുന്നു. അന്നാണ് എനിക്ക് നേഴ്സാകണമെന്ന് ഒരു മോഹം തോന്നിയത്. ഈ സംഭവത്തോടുകൂടി എൻ്റെ ഡിഗ്രി പഠനം നിന്നു. അമ്മ പിന്നെ ബാംഗ്ലൂരിലേക്ക് കടത്തി. അവിടെ വെച്ചാണ് ഞാൻ നേഴ്സിംഗ് പഠിച്ചത്. അവനുമായുള്ള ബന്ധമെല്ലാം മുറിഞ്ഞുപോയി. പിന്നെ പഠനത്തിൽ മാത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനിടയ്ക്ക് എനിക്ക് 1000 ചിറകുള്ള മോഹങ്ങളുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ ഒത്തിരി അവസരങ്ങളുമുണ്ടായിരുന്നു. പക്ഷേ അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തി അവിടെയുള്ളത് കൊണ്ട് അവരുടെ മേൽനോട്ടത്തിൽ എനിക്കെപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ഒരു കാര്യങ്ങളും അവിടെ നടന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭാഗ്യമില്ലാത്തൊരു സ്ത്രീയായിട്ടാണ് തുടർന്നത്. പിന്നീട് നാട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തി. കാര്യങ്ങളൊക്കെ ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോയ ശേഷമാണ് അച്ഛൻ അറിഞ്ഞത്. കള്ളുകുടിയനായ അച്ഛന് സ്വതവേ എന്നോട് ദേഷ്യമായി. അതുകൊണ്ട് അങ്ങേരി പറയുന്ന ചെക്കനെ തന്നെ ഞാൻ കല്യാണം കഴിക്കണമെന്നായിരുന്നു അവരുടെ നിർദ്ദേശം. ഞാൻ എതിർത്തെങ്കിലും അത് നടന്നില്ല. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കല്യാണം നടത്തി. എന്ന് വെച്ചാൽ വന്ന് 3 മാസത്തിനുള്ളിൽ വീട്ടിലിരുത്തിക്കൊണ്ട് തന്നെ എന്നെ പുറത്തു വിടാതെ ഒരു ചെക്കനെ കൊണ്ടുവന്ന് കാണിച്ച് ആ കല്യാണം നടത്തി. എനിക്കാണെങ്കിൽ ആ സമയത്ത് ഭർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരാൺതുണയായല്ലോ, എൻ്റെ മോഹങ്ങൾ മുന്നോട്ട് പോകും എന്ന് കരുതി ഞാൻ എന്തൊക്കെയോ ഒരു ആവശ്യത്തിൽ അതങ്ങ് സമ്മതിച്ചു. പക്ഷേ കല്യാണം കഴിഞ്ഞ് അങ്ങയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവിടെങ്ങും സ്ഥലമോ ഇടമോ ഒന്നുമില്ല ജീവിക്കാമെന്ന് മനസ്സിലാക്കിയത്. തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഭർത്താവും വന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അന്നും മാറിയിട്ടില്ലല്ലോ. എൻ്റെ ഭർത്താവിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് താല്പര്യം കൂടും. ആ സമയത്ത് ഞാൻ അദ്ദേഹം പറയുന്ന ഡ്രസ്സ് ഇട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടിയൊന്ന് കനിയും. പക്ഷേ കാമുകനിൽ നിന്ന് കിട്ടിയ ആ ഒരു സ്നേഹം ഓർക്കുമ്പോൾ ഇയാൾ ഒരു ഞാഞ്ഞൂലാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു താല്പര്യവും ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയില്ല. എങ്കിലും ഞാനൊരു പതിവ്രതയെ പോലെ അഭിനയിച്ചു. അങ്ങേരുടെ അടുത്ത് വരുമ്പോൾ ഞാൻ അനാവശ്യമായ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കി അയാളെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ബുദ്ധി. അതിലയാൾ വീണു. എന്താ മോളെ, നീ എന്നെക്കൊണ്ട് വല്ലാത്ത തൊന്തരവായോ എന്ന് ചോദിക്കും. ഞാൻ പറയും പിന്നെ ഞാഞ്ഞൂലിൽ ഇളകിക്കഴിഞ്ഞാൽ എന്ത് തൊന്തരവ്. എങ്കിലും ഞാൻ പറയും ചേട്ടാ, ഓക്കെ ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒന്ന് പുകഴ്ത്തി വിടും. എന്തിനാ, നിലനിൽക്കണ്ടേ, അല്ലെങ്കിൽ വഴക്കും വക്കാണോമാകും. പക്ഷേ അപ്പുറത്ത് പ്രായമായ എൻ്റെ അച്ഛൻ ഇത്രയും കുടിയനാണെങ്കിലും എല്ലാ ദിവസവും ആക്റ്റീവാണ്. അത് കാണുമ്പോൾ ഒരു ദിവസം ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെയായാലും എന്താണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങേര് എന്നെ പുഴുത്ത തെറിയാണ് വിളിച്ചത്. നിൻ്റെ അച്ഛനെ പോലെയല്ല ഞാൻ എന്ന് പറഞ്ഞ്. അച്ഛനും അങ്ങേരും തമ്മിൽ ആദ്യം മുടക്കായിരുന്നു. പക്ഷേ പിന്നീട് രണ്ടുപേരും കൂടെ ഒത്തുകൂടി കള്ളുകൂടി കൂടുതലായി തുടർന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവിന് ഉള്ള കൺട്രോളെല്ലാം പോയി. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ലാഭവുമില്ലാതായി മാറി. ഇടയ്ക്കിടയ്ക്കുള്ള സംഗമങ്ങൾ പോലും അയാൾ നിർത്തി തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ കുട്ടിയുമില്ല, ഒന്നുമില്ല. വല്ലപ്പോഴും മഴ പൊഴിയുന്നത് പോലെ എന്തെങ്കിലും നടന്നാലായി. ആ സിറ്റുവേഷനിൽ ഞാൻ ജോലിയുമായി ഒത്തിരി കഷ്ടപ്പെടുകയായിരുന്നു മാഡം. ആരോട് പറയാനാണ്. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, മോളെ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ടു. ഞാനിനി വല്ല ഹോം നേഴ്സിങ്ങിനും പോവുകയാണെന്ന്. എന്താ അമ്മ, എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, എടി ഇന്ന് നിൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ അവനോട് ഇത്രയും അടുത്ത് വരുന്നത് കണ്ട് മാറി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പോപ്പ് അടിച്ചിട്ട് പോയി മോളെ. അവൻ എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ മകൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് നിങ്ങളിങ്ങനെ നല്ലവളായി ചമഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഒരു ദിവസം ഞാൻ കിണറ്റിൽ തൊട്ടിയിട്ട് മുക്കി വെള്ളം കോരി ഒഴിക്കും എന്ന് അവൻ എന്നോട് പറഞ്ഞു മോളെ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്ക് നിൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടും. എനിക്കാണെങ്കിൽ 2 ആണുങ്ങളെ ഒന്നിച്ച് സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ പ്രായത്തിലുമില്ല. അവന് എന്നെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുകയാണ്. ഇതിനു മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുളിക്കാൻ കയറുമ്പോൾ ചിലപ്പോൾ അവൻ വന്ന് എന്നെ ശല്യപ്പെടുത്താറുണ്ട് എന്നൊക്കെ അമ്മ അന്ന് കഥകൾ കുടഞ്ഞിട്ടു. എനിക്ക് വല്ലാത്ത ഷോക്കായിരുന്നു. ഭർത്താവിനോട് ഞാൻ വഴക്കുണ്ടാക്കി. അപ്പോൾ ഭർത്താവ് പറയുകയാണ്, 24 മണിക്കൂറും ഈ പ്രായത്തിലും നിൻ്റെ അച്ഛൻ്റെ അടുത്ത് അവർക്ക് ആക്റ്റീവായിട്ട് നിൽക്കാമെങ്കിൽ പിന്നെ എന്നോടെന്താണെന്ന്. ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ എന്നോട് എന്തിനാണ് നിങ്ങൾ സമരം? എനിക്ക് വേണ്ടി നിങ്ങൾക്ക് അടുത്ത് പെരുമാറിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറയുകയാണ്, നിന്നോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യങ്ങളും തോന്നുന്നില്ല.
കാര്യം നിന്നേക്കാൾ സ്ട്രക്ചർ നിൻ്റെ മമ്മിക്കാണുള്ളതെന്ന്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഹാലിളകി. ഞാനും അങ്ങേരും തമ്മിൽ മുട്ടൻ വഴക്കും വക്കാണവുമായി. എന്തായാലും അമ്മ അത് കഴിഞ്ഞതിൽ പിന്നെ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ഹോം നഴ്സിംഗിന് വേക്കൻസി വന്നു കഴിഞ്ഞപ്പോഴേ രക്ഷപ്പെട്ടു പോയി. തൃശ്ശൂരാണ് പോയത്. പക്ഷേ അച്ഛൻ അറിഞ്ഞില്ല. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജോലിക്ക് പോയെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു. ഏത് സ്ഥലത്താണെന്നോ ഏത് ഏജൻസിയാണെന്നോ ഒന്നും അമ്മ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അമ്മയെ തിരക്കി അച്ഛൻ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എന്നോട് വഴക്കിട്ടിട്ടാണ് അവർ പോയതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഭാഗം അടച്ചു വെച്ചു. പക്ഷേ അത് കഴിഞ്ഞതിൽ പിന്നെ 2 ആണുങ്ങളും കൂടെ കുടിച്ച് അവിടെ തോറ്റം തുള്ളുകയായിരുന്നു. എനിക്കാണെങ്കിൽ ഡ്യൂട്ടിയും ഇതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പിന്നെയും വലിയ പാടായി. ഒരു റിലാക്സേഷനുമില്ല. കൊതിച്ചതൊന്ന് വിധിച്ചതൊന്ന്. ഹോസ്പിറ്റലിൽ അങ്ങ് എന്തെങ്കിലും മറകണ്ടം ചാടിയാലോ തുടങ്ങിയാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ മൈൻഡ് ഒരു റിലാക്സിങ് അല്ല. ആരോടും ബന്ധം തുടങ്ങാൻ മനസ്സ് അനുകൂലവുമല്ല. ഇതിനിടയ്ക്ക് അമ്മയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അവിടുന്ന് പോകാനുള്ള കാര്യം പറഞ്ഞു. പക്ഷേ എൻ്റെ അച്ഛന് പ്രതികരിച്ചത് വളരെ വിചിത്രമായിട്ടാണ്. അതിന് നിനക്കെന്താടി, ഞാനുമുണ്ട്, മരുമകനുമുണ്ട്, അവൻ ചെറുപ്പക്കാരനല്ലേ, നിനക്ക് 2 വശത്തുനിന്നും കാറ്റ് വീശുന്നത് ഇഷ്ടമല്ലേ എന്നുള്ള രീതിയിലാണ് അമ്മയോട് പറഞ്ഞത്. അമ്മ അത് കേട്ട് ഞെട്ടിപ്പോയി. അച്ഛൻ ഇനി അവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് അമ്മ വിചാരിച്ചത്. പക്ഷേ അച്ഛൻ പറഞ്ഞത് നേരെ തിരിച്ച്. അമ്മയ്ക്ക് എന്തായാലും എൻ്റെ ഭർത്താവിനോട് അങ്ങനെയുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ വരാൻ തയ്യാറായില്ല. അമ്മ അവിടെ കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഈ 2 പേരുടെയും അഹങ്കാരവും കള്ളുകുടിയും കൂടിക്കൂടി വന്നു. ഭർത്താവ് മാസത്തിലൊരിക്കൽ അമാവാസിയോ പൗർണമിയോ വരും പോലെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. ആ സമയത്ത് അയാൾ പറയുന്ന ഡ്രസ്സിട്ട് ഞാൻ നിൽക്കണം. ഞാൻ അത് സഹിച്ചു. കാര്യം കല്യാണം കഴിച്ചു പോയില്ലേ. പണ്ട് എൻ്റെ ഉള്ളിൽ ഒരു പെൺസിംഹമുണ്ടായിരുന്നു. അത് സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ സമയമായിരിക്കുന്നുവെന്ന് ഞാൻ ഓർത്തു. പക്ഷെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാണ്? ആരുണ്ട്? ആരുമില്ല. ഹോസ്പിറ്റലിൽ എനിക്ക് പേരുദോഷമുണ്ടാക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പിന്നെയും സഹിച്ചിരുന്നു. ഒരു ദിവസം കുടിച്ചിട്ട് അച്ഛൻ മരുമകനെ ഉപദേശിക്കുകയാണ്. എടാ, നീ എന്തൊരു പൊട്ടനാണ്. ഇവളെ ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്കൊന്നും വിടേണ്ട കാര്യമില്ല. നൈറ്റൊക്കെ അവൾ ഇവിടെ നിൻ്റെ കൂടെ ചിലവഴിക്കട്ടെ, അതല്ലേ നല്ലത്. എനിക്കും ഇവിടെ റിലാക്സേഷൻ ഇല്ല. നിൻ്റെ മുറിയിൽ നിങ്ങൾ 2 പേരുമുള്ളപ്പോൾ ഞാനും വന്ന് ഒരു മൂലയ്ക്കിരിക്കാം. അപ്പോൾ എനിക്ക് ചില കാഴ്ചകൾ കാണാമല്ലോ. എനിക്ക് സന്തോഷമാകും. എത്ര നാളാണ് റിലാക്സേഷൻ ഇല്ലാതിരിക്കുക. എൻ്റെ ഭാര്യ പോയതിൽ പിന്നെ എനിക്ക് ആകെ കൂടി ഡള്ളാണ്. അതുമാത്രമല്ല, നീ കാരണമാണ് അവൾ പോയത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നിൻ്റെ ഭാര്യയും നീയും കൂടെ എനിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് കാഴ്ചകൾ താ എന്നുള്ള രീതിയിലാണ് അങ്ങനെ സംസാരിച്ചത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സർവാംഗം ചൊറിഞ്ഞു വന്നു. ഞാനപ്പോൾ ചെന്ന് അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞു, നിങ്ങളുടെ മരുമകന് യാതൊരു കഴിവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ രാത്രിയിലെ സ്വപ്നം നടക്കും തോന്നില്ല. അതിന് പുറത്തുനിന്ന് ആരുടെങ്കിലും സഹായം വേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ശരിക്കും ചമ്മിപ്പോയി. എന്നിട്ട് അച്ഛൻ പിന്നെ എക്സ്പ്ലനേഷൻ ചോദിക്കുകയായിരുന്നു ഭർത്താവിനോട്. എന്താ നിനക്ക് സംഭവിച്ചത്? ഇങ്ങനെയാകാൻ പാടില്ല. കുടിച്ചാലൊന്നും ഇങ്ങനെ ആകില്ല. വർഷങ്ങളായി ഞാൻ കുടിക്കുന്നു. എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അവൾ പോയതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോഴും ആക്റ്റീവായനെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശം. ഞാൻ പറഞ്ഞു കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ഇങ്ങേരുടെ ബാറ്ററി ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ പാട് നോക്കി മാഡം, ഇങ്ങനെയൊക്കെയുള്ള വല്ലാത്ത വിചിത്രമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ചില ദിവസങ്ങളിൽ ഞാൻ ഓഫ് ഡേയ്സിൽ എൻ്റെ വീട്ടിൽ തനിയായിരിക്കുമല്ലോ, ആരും കാണില്ല. ഒരു ദിവസം പാവാടകളും ടോപ്പുമൊക്കെ ഞാൻ നനച്ച് വിരിക്കുകയായിരുന്നു. അപ്പോഴുണ്ട് ബൈക്കിലൊരാൾ അതുവഴി പോകുന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പഴയ കാമുകനാണെന്നൊരു സംശയം. ഞാൻ എന്ന് വിളിച്ചു. അവനാണെങ്കിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എന്നെ കണ്ട് അത്ഭുതപ്പെട്ടു. അയ്യോ, നീ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് ബൈക്കിൽ തിരിച്ചു വന്നു. എന്ത് പറ്റിയടി, നീ അങ്ങ് കോലം കെട്ട് പോയല്ലോ. ഞാൻ ചോദിച്ചു, പണ്ടത്തെ സൗന്ദര്യം എനിക്കില്ലേന്ന്. സൗന്ദര്യമുണ്ട്, എന്നാലും നിൻ്റെ മുഖം വാടിയിരിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടിയൊക്കെയാണ്, ഞാനിപ്പോൾ നേഴ്സാണെന്ന്. അവൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു, ഭാര്യയുണ്ട്. ഇപ്പോൾ അവൾ ഗൾഫിലാണ്, നാട്ടിലാണ് ഞാൻ, കുട്ടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകൾ പറഞ്ഞു. പക്ഷേ ഞാൻ അവനോട് കയറി വരാൻ പറഞ്ഞു. അവനൊന്നും മടിച്ചു. എങ്കിലും കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പണ്ട് എനിക്ക് അബദ്ധം സംഭവിച്ചതും എന്നെ നേഴ്സിങ്ങിന് വിട്ടതും പിന്നെ എല്ലാം മുറിഞ്ഞു പോയതും
പിന്നെ ഇപ്പോൾ എൻ്റെ ഭർത്താവും ഞാനും തമ്മിലുള്ള ബന്ധം, അച്ഛൻ്റെ ആറ്റിറ്റ്യൂഡ്, അമ്മ പോയത്, അങ്ങനെ എല്ലാ കഥകളും ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ മൂക്കത്ത് വിരൽ വെച്ചു. എന്തൊരു വീടാടി ഇതെന്ന്. ഞാൻ പറഞ്ഞു, നീ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ചുക്ക് സംഭവിക്കില്ലായിരുന്നു. നീ എൻ്റെ ഭർത്താവായിട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇനി നമുക്ക് ഒരു സംഗമം ഉണ്ടാകുമോ എന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, നീ മനസ്സ് വെക്കുകയാണെങ്കിൽ ഞാൻ ഏത് റിസ്ക്കും എടുക്കാൻ തയ്യാറാണ്. പുറകിലത്തെ റബ്ബറും തോട്ടം ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം സഹിച്ചില്ല. അപ്പോഴാണ് ഒരു മഴ പെയ്തത്. ഞാൻ പറഞ്ഞു, എന്തായാലും കടുത്ത മഴയാണ്, 1 മണിക്കൂറെങ്കിലും നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇന്ന് നീ ശുഭാരംഭം കുറിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അവനാണെങ്കിൽ റെഡി ആയിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, പണ്ട് നിന്നെ റെഡിയാക്കി എടുത്തവളാണ് ഞാൻ, അതുകൊണ്ട് നിന്നെ ഞാൻ ഇനി റെഡിയാക്കും എന്ന് പറഞ്ഞ് എൻ്റെ കരചലനങ്ങൾ ചഞ്ചല ദ്രുതപഥതാളം എന്ന് പറഞ്ഞ പോലെ അങ്ങ് ചലിക്കാൻ തുടങ്ങി. അതോടുകൂടി അവൻ വളരെയധികം സന്തോഷവാനായി. എന്നോട് അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ നീയാണ്. നിൻ്റെ ഭർത്താവിൻ്റെ അടുത്തു നിന്ന് നിനക്ക് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലും കിട്ടുന്നില്ലെങ്കിൽ എനിക്കാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ അടുത്തു നിന്നും സെയിം ഫീലിംഗ് ആണ്. നമ്മൾ പ്രേമിച്ചവരാണ്. നമ്മുടെ മനസ്സിന് ഒരു അന്തർധാരയുണ്ട്. അതൊന്നും കല്യാണം കഴിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ക്ഷീരപഥത്തിൽ കൂടി കർമ്മമേഖലയിലേക്ക് കടന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അന്നും ഇന്നും അവൻ എനിക്ക് അനുയോജ്യനാണ്, കറക്റ്റാണ്. എൻ്റെ ഭർത്താവ് ഞാഞ്ഞൂല്, ഇവൻ പിന്നെയും നല്ല കാളക്കുട്ടനെ പോലായല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അന്ന് മഴ തോരാൻ ഒത്തിരി താമസിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, രണ്ടാമതും നമ്മൾ മഴയൊന്ന് പെയ്തിട്ട് മാത്രം നീ പോയാൽ മതിയെന്ന്. അവന് ധൃതി ഉണ്ടായിട്ടും ഞാൻ വിട്ടില്ല. പിടിച്ച് ഞാനവിടെ ഇരുത്തി. കാരണം എനിക്ക് റിലാക്സ് ആകണമായിരുന്നു. അന്ന് തുടങ്ങിയതാണ് എൻ്റെ രണ്ടാമത്തെ അംഗം. അവനെ ഞാൻ കറക്റ്റ് തീയതികൾ അറിയിക്കും. അവൻ കറക്റ്റ് സമയത്ത് വരും. ഭർത്താവും അച്ഛനും ഇവിടെ ഇല്ലാത്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നടനമാടുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തിരിച്ചു വന്നു. ഡ്യൂട്ടിയൊന്നും എനിക്ക് ഒരു പ്രശ്നമല്ലാതായി. ഭർത്താവ് മാസത്തിലൊരിക്കലോ ആണ്ടിലൊരിക്കലോ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് തർക്കിക്കാനും വയ്യ, ഒന്നും വയ്യ. എല്ലാവർക്കും വെച്ച് വിളമ്പിക്കൊടുത്ത് ഡ്യൂട്ടിക്കും പോയി. എൻ്റെ സമയം എൻ്റേതായ സമയങ്ങളാക്കി മാറ്റി ഞാൻ സന്തോഷിക്കുകയായിരുന്നു. ആദ്യമൊക്കെ അവന് പിന്നെയും പേടിയായിരുന്നു, പണ്ട് സംഭവിച്ചതുപോലെ ഇപ്പോഴും സംഭവിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, പണ്ട് സംഭവിച്ചപ്പോൾ എനിക്ക് പുറത്ത് പറയാൻ ഒരു നാഥനുമില്ലായിരുന്നു, പേടിയായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചാലും എനിക്കതൊരു ബോണസാണ്. ഇത്രയും കാലം എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഒന്നും കഴിയുന്നില്ല, ഒരു കുട്ടി പോലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ധൈര്യത്തോടു കൂടി നീ പ്രയാണം തുടർന്നോളം പറഞ്ഞു. മാഡം, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രയാണം തുടരുകയായിരുന്നു. ആ സമയത്ത് എങ്ങനെയാണെന്നറിയില്ല മാഡം, അടുക്കള വാതിൽ കൂടിയായിരിക്കാം, അച്ഛൻ മണത്ത് കണ്ടുപിടിച്ച് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ കൈയോടെ പിടികൂടി. അങ്ങേരെ ഒച്ചയുണ്ടാക്കുന്ന സമയത്ത് അവൻ കയ്യിലിരുന്ന പൈസ കൊടുത്ത് അച്ഛനെ സമാധാനിപ്പിച്ചിട്ട് രക്ഷപ്പെട്ടു മാഡം. ആ പോക്കിൽ അവൻ എന്നെ പിന്നെയും ബ്ലോക്കാക്കി. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ അവൻ പോയി കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കാര്യം മനസ്സിലായി. ഞാനൊരു അമ്മയാകാൻ പോകുന്നു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം ഭർത്താവിൽ നിന്ന് വേണ്ടത്ര ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അവൻ്റെ സൗഹൃദവും സ്നേഹവും തിരിച്ചു കിട്ടിയത് എനിക്ക് പിന്നെയും ഉപകാരം തന്നെ. ഇതറിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിനും അമ്മയ്ക്കും ഒക്കെ സന്തോഷം തന്നെ. അമ്മ ഇപ്പോൾ ജോലി നിർത്തിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഭർത്താവിന് അമ്മയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കുമെന്ന് അറിയില്ല. ഭർത്താവ് ഇപ്പോൾ ഇത്തിരി ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ അച്ഛൻ ഇവർ രണ്ടുപേരും കാണാതെ എന്നോട് പറയുകയാണ്, ഇതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കുട്ടി ജനിക്കട്ടെ, ആ സമയത്ത് റിസൾട്ട് നോക്കി കണ്ടുപിടിച്ചിട്ട് നിൻ്റെ ഭർത്താവിനോട് ഞാൻ പറയുന്നുണ്ട് ആരാണ്, എന്താണ്, ഞാൻ കണ്ടതെന്താണ്, കാരണം എന്താണെന്ന്. കുട്ടി നിൻ്റെ ഭർത്താവിൻ്റെ തന്നെയാണെങ്കിൽ ഞാൻ മിണ്ടില്ല എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് പെരുമ്പറ കൊട്ടുകയാണ്. എന്താകുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കാമുകനെ പോലെ സുന്ദരനായ ഒരു കുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പിടിയില്ല മാഡം. ആകെക്കൂടി വല്ലാത്തൊരവസ്ഥയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, കുത്തഴിഞ്ഞ വീട്ടിൽ ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാൽ എന്താണ്, എന്തെല്ലാം വിചിത്രമായ കാര്യങ്ങളാണ് ആ വീട്ടിൽ നടക്കുന്നത്. സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കുന്നുണ്ടോ? അവിടെ ഇനി കൊണ്ടുവന്ന്
സത്യസന്ധതയും സദാചാരവും പാതിവൃത്യവും ഒക്കെ നോക്കിയിട്ട് എന്ത് കാര്യമാണ്? വരുന്നിടത്ത് വെച്ച് കാണുക. ഭർത്താവ് പോകണമെങ്കിൽ പോകട്ടെ. നിങ്ങൾക്ക് കുട്ടിയെ വേണമെന്നുണ്ടെങ്കിൽ കുട്ടിയെ വളർത്തി ജീവിക്കുക. ഭർത്താവ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരു അമ്മയാണെങ്കിൽ കുഞ്ഞിനെ നോക്കിയാൽ മതിയല്ലോ. ഇത്തരം ആൾക്കാരില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ആ ഒരു കാര്യം ഉപകരിക്കും. അങ്ങനെ അവിടെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ പ്രശ്നം, അല്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. എന്തായാലും അരാജകത്വമുള്ള സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ മാറണം, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ നല്ലവരാകണം. ഇപ്പം നിങ്ങൾക്ക് തന്നെ വിചിത്രമായ ചിന്തകളാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നന്നായി വരിക? ഒരു നേഴ്സായി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയില്ലേ? പറയാതെ അറിയാമല്ലോ. കുട്ടിക്ക് ചായ ഉണ്ടോ ഇല്ലയോ അതൊക്കെ ആ സമയത്ത് ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ അറിയാതെ പോകാം, എന്തെങ്കിലും ആകും. ഇത്രയും കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് സദാചാരം നടിച്ച് ആ ബന്ധം നിലനിർത്തിയിട്ട് എന്താണ്? തുമ്മിയാൽ തിറക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോകട്ടെ എന്നേ ഉള്ളൂ. എന്തിനാണ് ഇത്രയും വേദനകളും അപമാനങ്ങളും ഒക്കെ സഹിച്ച് നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണുമെന്ന് വിചാരിക്കുക. കാര്യം നല്ലൊരു രീതിയിൽ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇത്ര റിസ്ക് നിങ്ങൾ കാണിക്കില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതീവ ധൈര്യശാലിയാണ്. ധൈര്യമുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നേരിടാം. അങ്ങേർക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ പോകാൻ പറ. കുട്ടിയെ വളർത്തി അന്തസ്സായിട്ട് അങ്ങോട്ട് ജീവിക്കുക. അതായിരിക്കും നല്ലത്. അല്ലാതെ ഇപ്പോൾ ഇതിന് വേറെ റെമഡി ഒന്നും പറയാനില്ല. ഒന്നുകിൽ നിങ്ങൾ നന്നാകുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറുക, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം നന്നാകുക. ഈ കാര്യങ്ങളെല്ലാം വിവരം ഉണ്ടായിട്ട് തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള ബുദ്ധിയുണ്ട്. കാര്യം നിങ്ങൾക്കും വിവരവും വിദ്യാഭ്യാസമുള്ളതാണല്ലോ. അത് വെച്ചിട്ട് നന്നായി മാനേജ് ചെയ്ത് നന്നായി ജീവിക്കാൻ ശ്രമിക്കുക.